ഭയങ്കര നൊസ്റ്റാളജി ഫീൽ ചെയ്യും. പഴയ കാലത്ത് ഇങ്ങനെ തറവാടുകളൊക്കെ കാണുമ്പോൾ നല്ല നൊസ്റ്റാളജിയാ. പിന്നെ ഇത് കളാണ് കേട്ടോ. ഓഹോ, അപ്പൊ ആ ചേട്ടൻ ഓടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. സൗണ്ട് കേട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. ഇറങ്ങിയിട്ട് അവനെ ഓടിക്കാൻ വേണ്ടിട്ട് ആനനെ ഓടിക്കാൻ പോയപ്പോ അവനെ ഓടിച്ചു. ഓ അങ്ങനല്ലേ. പടക്കം പിന്നെ എപ്പോഴും പടക്കം പൊട്ടിക്കലുണ്ട്. പടക്കം ഉള്ളത് കൊണ്ട് പിന്നെ അല്ലേ പടക്കം പൊട്ടിച്ചപ്പോൾ ശീലമായി ആനയ്ക്ക്. അതെ, അപ്പൊ ആനയ്ക്ക് അത് പേടിയില്ലാണ്ടായല്ലേ. 2 ഫെൻസിങ്ങിന്റെ മുകളിലേക്ക് കഴുങ്ങ് മറിച്ചിടും, എന്നിട്ട് ഇങ്ങോട്ട് കയറി. അതാണ് അതിനൊക്കെ ഫെൻസിങ് ഭയങ്കര ബുദ്ധിയല്ലേ. ഭയങ്കര ബുദ്ധിയാണ്. മനുഷ്യനേക്കാൾ അപാര ബുദ്ധിയാണ്. ആദ്യം ഫെൻസ് കമ്പി പൊട്ടിച്ചിട്ട് കയറും. കേറുള്ളൂ. രാത്രിയാകുമ്പോ പേടിയുണ്ടോ തന്നെ ഇവിടെ കിടക്കാനായിട്ട്? എന്ത് പേടി. ആന വന്ന് ഇത് വലിക്കുമ്പോ ഇവിടെ നിന്ന് ലൈറ്റ് അടിച്ചു നോക്കി ഓടിച്ചു വിട്ട് അങ്ങനെ എന്താന്നറിയാ, ഇവിടെ എത്തുമ്പോ ടോർച്ചടിക്കും. ടോർച്ചടിക്കുമ്പോ ഒരു ചീറ്റലും ഇങ്ങോട്ട് വരുവോ? അങ്ങോട്ട് പോകും. നമ്മൾ ഇന്നുള്ളത് വയനാട്ടിലാണ്. വയനാട്ടിൽ അതിമനോഹരമായിട്ടുള്ളൊരു ഗ്രാമത്തിലാണ്. ആ ഗ്രാമത്തിന്റെ പേരാണ് വടക്കനാട്. അതിമനോഹരമായ ഗ്രാമമാണ്. നിങ്ങൾക്ക് കാണാം പുറകിൽ തന്നെ നല്ല നെല്ലെല്ലാം വിളഞ്ഞു നിൽക്കുന്ന ഒരു ഗ്രാമമാണ്. അതിമനോഹരമാണ് ഇവിടുത്തെ ഗ്രാമ ഭംഗിയും അതേപോലെ ഇവിടുത്തെ ആൾക്കാരും എല്ലാവരും. അപ്പൊ നമുക്ക് ഈ 4 വശവും വനത്താൽ ചുറ്റപ്പെട്ടാണ് കാണപ്പെടുന്നത്. ഇടയ്ക്കിടയ്ക്ക് വന്യമൃഗങ്ങൾ ഇവിടെ വരുന്നുണ്ട്. അതിൻ്റെതായിട്ടുള്ള കുറെ പ്രശ്നങ്ങൾ ഇവിടെയുണ്ട്. നമ്മൾ ഈ നാടിന്റെ ഒക്കെ ഭംഗി ആസ്വദിക്കാനാണ് പോകുന്നത്. അതേപോലെ ഇവിടുത്തെയുള്ള ഈ നാട്ടിലെ ആൾക്കാരെ കുറിച്ചും അവരുടെ വർത്താനങ്ങളും വിശേഷങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണാം.
കാപ്പി പറിക്കാം. കാപ്പി തന്നെ പഴുത്തോ? എല്ലാം പഴുത്ത് വരുന്നേ ഉള്ളു അല്ലേ? നല്ലോണം പഴുത്തിട്ടുണ്ട്. ആണല്ലേ? കൊറേ കിട്ടിയാ? കൊറേ കിട്ടിയത് കാട്ടിലാക്കി അവിടെ കൊണ്ടുവച്ചു. കൊണ്ടുവച്ചു. ഇല്ല, അതൊരു പുല്ല് വെക്ക്. പുല്ല്. ഇവിടുത്തെ മറ്റൊരു മനോഹരമായിട്ടൊരു കാഴ്ചയാണ് ഏറുമാടം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. ഈ മരത്തിന്റെ തൊട്ട് മുകളിലായിട്ട് ഏറുമാടം അവരുണ്ടാക്കിയിട്ടുണ്ട്. ഈ ഗ്രാമത്തിൽ ഏറ്റവും ഒരു ഭംഗി കാണുന്ന ഒരു ഭാഗമാണ് ഇത്. കണ്ടോ, ഇവിടെ എല്ലാം കൊയ്ത്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഏറുമാടാട്ടോ ഇവിടെ കാണുന്നത്. കണ്ട ഈ പ്രദേശം തന്നെ നോക്കി എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കാൻ. നല്ല ഒരു ഗ്രാമഭംഗി ആസ്വദിക്കാനായിട്ട് നമുക്ക് സാധിക്കും ഇവിടെ. ഇതിലൂടെ ചെറുതായിട്ട് ഇതുണ്ടോ വെള്ളമൊക്കെ പോകുന്നു. അങ്ങ് തൊട്ട് നേരെ കാണുമ്പോൾ അവിടെയൊക്കെ ഫോറസ്റ്റ് ആണേ. ഈ നെൽപ്പാടത്ത് നോക്കിക്കേ, പശുക്കളെയൊക്കെ മേയ്ക്കാനായിട്ട് വിട്ടിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പശുക്കളെ നമുക്ക് കാണാം. എന്ത് ഭംഗിയാ അല്ലേ? ശരിക്കും പറഞ്ഞാൽ നിങ്ങള് വെക്കേഷൻ ടൈമൊക്കെ ഇതേപോലെ ഗ്രാമഭംഗിയൊക്കെ ആസ്വദിക്കാനായിട്ട് വയനാട്ടിലേക്ക് പോരും കേട്ടോ. വളരെ സ്വസ്ഥതയും സമാധാനവും ഒക്കെ ആയിട്ട് നമുക്കിവിടെ നല്ല കാറ്റും ഒരു വണ്ടികളുടെ ഒച്ചയോ അങ്ങനെ മറ്റൊരു ഡിസ്റ്റർബൻസ് ഒന്നുമില്ലാതെ നല്ല ഒരു ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ ഇത്. ഉണ്ട് ഇവിടെ ഈ സൈഡിൽ തന്നെ നമുക്ക് കാണാം നെല്ലുകളൊക്കെ നല്ല വിളഞ്ഞു നിൽക്കുന്നുണ്ട്. ഇവിടങ്ങളിലൊക്കെ ഇങ്ങനെയൊരു കാഴ്ചകളൊക്കെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. ചുറ്റോട് ചുറ്റും നെൽപ്പാടങ്ങളാണ്. അതിന് തൊട്ട് പുറകിലായിട്ട് കവുങ്ങുംപാടങ്ങളും കാണാവേ. ഇവിടെ ചില മരങ്ങളുടെ ഒക്കെ പൊക്കത്ത് ഏറുമാടങ്ങൾ കാണുന്നുണ്ട്. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രിയിലൊക്കെ ആനശല്യമുണ്ട് ഇവിടെ. കൃഷികളൊക്കെ ചിലപ്പം നശിപ്പിക്കാനൊക്കെ ആയിട്ട് ഇവിടെ വരും. അപ്പം അതുകൊണ്ട് ആളുകളെയൊക്കെ താമസിക്കാൻ രാത്രിയിലൊക്കെ സുരക്ഷയ്ക്കൊക്കെ വേണ്ടിയിട്ട് കണ്ടോ ഈ മരത്തിന്റെ പൊക്കത്ത് ഏറുമാടുണ്ട്. നിങ്ങൾക്ക് കറക്റ്റ് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നെല്ലും കാര്യങ്ങളൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഇങ്ങനെ വരും. അപ്പം അതൊക്കെ നോക്കാനൊക്കെ ആയിട്ട് രാത്രിയിൽ ആളുകൾ ഈ ഏറുമാടത്തിന്റെ പൊക്കത്ത് കയറി അത് നിരീക്ഷിക്കാറുണ്ട്. അതേപോലെ കണ്ടോ നെല്ലുകളൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ കൊയ്ത് കഴിഞ്ഞു, ചില സ്ഥലത്തൊക്കെ കൊയ്യാനായിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതാണ് നെല്ല്. കണ്ടോ, നല്ല രസമല്ലേ? ഇത് കൊയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓരോരുത്തരുടെയും കൈകളിലേക്ക് അരിയായിട്ട് കിട്ടുന്നത്.
കൊയ്ത്തിന്റെ പരിപാടിയാണ്. 6 മാസത്തെ കഷ്ടപ്പാടാണ്. ആന കുരങ്ങ് എന്ന് പറഞ്ഞ എല്ലാ ശല്യം കൊണ്ട് ഇന്ന് കര കയറുന്നു. ആന ഒരു പ്രാവശ്യം വന്നിട്ടുള്ളൂ. കുരങ്ങാണ് ഫുള്ളും കണ്ടമാനം കളയുന്നുണ്ട് കുരങ്ങ്. ഇത് ഈ മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ എടുത്തിടണം അല്ലേ? എടുത്തിടണം. ഇത് മറ്റേതാണെങ്കിൽ വലിയ മെഷീൻ ആണെങ്കിൽ പക്ഷെ ഞങ്ങളുടെ കണ്ടത്തിൽ ഇറങ്ങില്ല. ചെളിയായിട്ട് ഈ കണ്ടത്തിലൂടെ ഇറങ്ങൂല. അതാണെങ്കിൽ മൊത്തം പരിപാടി ചെയ്യുന്നത്. കൈ കൊണ്ടുള്ള കൊയ്ത്താകുമ്പോ ഒത്തിരി സമയമായിരിക്കും. കൈ കൊണ്ടാ കൊയ്യുന്നത്. ഫുള്ളും കൊയ്യുന്നു. ഇത്രയും ഞങ്ങൾ കൊയ്തതിന് പിന്നെ 4 പേരെ കൊയ്ത്തായി. 4 പേരെ ഒരു ദിവസത്തെ പണിയാ? ഒരു 4 പേര് കൂട്ടുകയാണ്. ഒരു ദിവസം ഞങ്ങൾ 2 ദിവസം എടുക്കും. ചോറ്റരി തന്നെയാണോ? ചുവന്നരി. അതിന്റെ പേര് അരിയുടെ പേരിന്? അരിയുടെ പേര് തൊണ്ടിയല്ല, ചെറുനല്ല. ഇതാണോ ജീരകശാല, ഗന്ധകശാല? അതുണ്ടായിരുന്നു. ഈ പ്രാവശ്യം ഇല്ല. മറ്റവരുണ്ടതാ എടുത്തവർ അതൊക്കെ ഞങ്ങളില്ല. ഇവിടെ വന്നപ്പോൾ നമ്മൾ കണ്ടൊരു മനോഹരമായിട്ടൊരു കാഴ്ചയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ജീരകശാല അരി. നമ്മൾ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അരി ഇതാണ്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു മെഷീനിൽ നെല്ലും പതിരും അടങ്ങിയത് ഈ ഒരു മെഷീനിലേക്ക് കയറ്റി വിടും. അതിനുശേഷം നെല്ല് സെപ്പറേറ്റ് ആക്കി നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പണ്ട് കാലത്തൊക്കെ നമ്മൾ കൊയ്തെടുക്കുന്നത് 2-3 ദിവസമൊക്കെ കൊയ്തെടുത്ത് നമ്മൾ തന്നെ കറ്റയെല്ലാം മെതിച്ച് മാറ്റിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പം നമുക്ക് സമയം കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് സമയം എടുക്കുന്നത് കൊണ്ട് മെഷീനിലാണ് ഇപ്പൊ എല്ലാ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. 2 തരം മെഷീനുകളുണ്ട്. ഈ മെഷീനകത്ത് നമ്മൾ കൊയ്തെടുത്തത് നേരിട്ട് തന്നെ മെഷീനിലേക്കാക്കി പതിര് സെപ്പറേറ്റ് ആക്കുന്ന ഒരു രീതിയാണ്. രണ്ടാമത്തെ മെഷീൻ നേരെ വയലിലേക്ക് ഇറങ്ങി പാടത്തു നിന്ന് തന്നെ നെല്ലും കൊയ്തെടുത്ത് അതിനകത്ത് തന്നെ പതിര് സെപ്പറേറ്റ് ആക്കുന്ന ഒരു രീതിയാണ് അടുത്ത മെഷീനിൽ കാണുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ രണ്ടാമത്തെ ഒരു മെഷീനാണ് ഈ കാണുന്നത്. ഇവിടെ നേരിട്ട് ഈ ഒരു മെഷീൻ പാടത്തോട്ട് ഇറങ്ങിയിട്ട് ഇത് കണ്ടോ, നമുക്കിവിടെ കാണാവേ, കണ്ടോ, ഇവർ നേരെ തന്നെ കൊയ്ത് നേരെ അങ്ങ് പോവുകയാണ്. വണ്ടി ഇങ്ങനെ ഓടിച്ചു പോകും. അതേപോലെ തന്നെ പതിരും സെപ്പറേറ്റ് ആക്കി തരും. അതാണ് നമുക്കിപ്പോൾ ഈ ഒരു കാഴ്ചയിലൂടെ കാണാൻ സാധിക്കുന്നത്. കണ്ടോ, ഇതാണ് ആ മെഷീൻ. ഞാൻ ആ മെഷീൻ അടുത്ത് കൊണ്ട് കാണിച്ചു തരാവേ. ഇതൊരു കൊയ്ത്ത് സീസൺ ആയതുകൊണ്ട് ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും നെല്ലുള്ള സ്ഥലങ്ങളിലൊക്കെ കൊയ്ത് എടുക്കുന്നുണ്ട്. പണ്ട് കാലത്തൊക്കെ നമ്മൾ ആൾക്കാരെയൊക്കെ വെച്ച് ഒത്തിരി ആൾക്കാരെല്ലാം ചേർന്ന് കൊയ്തെടുക്കുമായിരുന്നു ആൾക്കാർ. അപ്പോൾ ഒത്തിരി ടൈമും നമുക്ക് എടുക്കും. പക്ഷെ ഇപ്പം നമുക്ക് കാണുന്നത് മെഷീൻ വെച്ചിട്ടുള്ള രീതിയാണ്. ഇതാണ് നേരിട്ട് പാടത്തേക്ക് ഇറങ്ങി കൊയ്തെടുക്കുന്ന ഒരു മെഷീനാണ് ഇത്. കണ്ടോ, നല്ല രസമുണ്ട് ഈ ഒരു മെഷീൻ കാണാനായിട്ട്. ഇതിന്റെ പ്രവർത്തനങ്ങൾ നമുക്ക് ഇപ്പൊ കാണാൻ സാധിക്കില്ല. രാവിലെ ഇവർ കൊയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് ഈ ഒരു മെഷീൻ ഉപയോഗിച്ച്. ഇത് നേരെ വണ്ടി ഓടിച്ച് കൊയ്തെടുക്കുന്നു. അതിനുശേഷം ഇത് കണ്ടോ, ഇതിലൂടെ നെല്ലിന്റെ കതിര് സെപ്പറേറ്റ് ആക്കിയിട്ട് പോകുന്നതാണ്. എന്തായാലും വളരെ മനോഹരമായിട്ടൊരു കാഴ്ചയാണ് കേട്ടോ ഇത്. ഇതുണ്ടോ, കൊയ്ത്തിന് ശേഷം നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു രംഗമാണ് ഇത്. കൊയ്ത്ത് കഴിഞ്ഞതിന് ശേഷം കണ്ടോ, പാടത്ത് ഒത്തിരി കൊക്കുകളും അതേപോലെ മൈനകളും വന്ന് നിൽക്കുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. കൊയ്ത്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇഷ്ടംപോലെ കതിരുകൾ ഇവിടെ വേസ്റ്റ് ആയിട്ടൊക്കെ കിടക്കുന്നുണ്ടാവും. ഈ ഒരു മെഷീൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ഒന്നും ഇങ്ങനൊരു മെഷീനൊന്നും കിട്ടിയല്ല. നോർത്ത് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവരുന്ന മെഷീനാണ്.
അമ്മന്റെ പേരെന്നാ അമ്മ? എന്റെ പേര് പാർവതി. പാർവതി. ഇതാണല്ലേ അമ്മന്റെ വീട്? ആ ഇത് തന്നെ. ആഹാ. ഇവിടെ ആരൊക്കെയുണ്ട്? ഇവിടെ ഞാൻ തന്നെയുള്ളൂ. തന്നെയാണല്ലേ? തന്നെയാണ്. രണ്ടാളും വേറെ പോയി. ആണ്. അമ്മ തന്നെ? ഞാൻ തന്നെ. ആണോ? കൊയ്ത്തൊക്കെ കഴിഞ്ഞോ? കൊയ്ത്ത് കഴിഞ്ഞു. കൊയ്ത്ത് കഴിഞ്ഞു. മിനിഞ്ഞാന്ന് രാത്രി മഴ പെയ്തു. മഴ പെയ്തല്ലേ? നെല്ല് ഷീറ്റ് ഇട്ടിട്ട് മുറ്റത്തിട്ടായിരുന്നു, മൂടിയിട്ടു. അത് കാരണം വെള്ളം ആയില്ല. അതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇപ്പൊ ഇതാ ഇടിയും മുഴക്കം ആയി. ഇനിയും കൊയ്യാനും കുറച്ചു പേർക്കും കൂടി ഉണ്ട്. ആണോ? അമ്മേന്റെ എല്ലാം കൊയ്ത് കഴിഞ്ഞു? കൊയ്ത് കഴിഞ്ഞു. കച്ച് മാത്രം വയലിൽ കിടപ്പുണ്ട്. ആണോ? എങ്ങനെ മെഷീൻ വെച്ചാ കൊയ്തേ? മെഷീൻ വെച്ച് കൊയ്തു. ആണല്ലേ? മെഷീൻ വെച്ച് കൊയ്തു. ഇന്ന് മൊത്തത്തിൽ ഒരു ഇരുണ്ട കാലാവസ്ഥയല്ലേ? ഇരുണ്ട കാലാവസ്ഥ എന്ന് വെച്ചാൽ ഇടിയും മുഴക്കം ഒക്കെ ആയിട്ട് രാവിലെ മഴ തുള്ളിയിട്ടു. മഴ പെയ്തായിരുന്നോ? രാവിലെ കൂടുതലില്ല, എന്നാലും കുറച്ചൊക്കെ ആയിട്ട് മഴ തുള്ളിയിട്ടുണ്ടായിരുന്നു. ആണല്ലേ? ഇപ്പോഴും ഇതാ മൂടിയാ കിടക്കുന്നേ. മൂടി ഇപ്പൊ പെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഇത്തിരി മാറ്റം വന്നു. എത്ര വർഷമായി നെല്ലൊക്കെ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട്? നെല്ലെന്ന് വെച്ചാല് ഞങ്ങള് നല്ല ടൈമിലെ നെൽകൃഷിക്കാരിയാണ്. ആണല്ലേ? ഇവിടെ വന്നിട്ട് ഇപ്പൊ 10-22 വർഷത്തോളം. അത്രയായല്ലേ? വേറെ തൊഴിലൊന്നുമില്ല, കൃഷി തന്നെ മെയിനായിട്ട്. മെയിനായിട്ട് പിന്നെ ഇപ്പൊ കാലി വളർക്കും. കാലി വളർത്തലല്ലേ? പശുക്കളെ വളർത്തും. അപ്പൊ പിന്നെ നെല്ല് കൃഷിയും അതേപോലെ കാലി വളർത്തലൊക്കെയാണ് മെയിനായിട്ട്. നേരത്തെ പണിക്കൊക്കെ പോകുമായിരുന്നു. പിന്നെ ഇവിടെ വന്ന പിന്നെ അങ്ങനെ പോയിട്ടില്ല, എവിടെയും പോയില്ല. ഇല്ല അല്ലേ? പണിക്ക് പോകും. അപ്പനപ്പൂപ്പന്മാരൊക്കെ തൊട്ടിട്ട് ഇവിടെ തന്നെ ആയിരുന്നോ? ഞങ്ങള് കാക്കോയില്ലായിരുന്നു. കാക്കവയിലായിരുന്നു അല്ലേ? കാക്കോയില്ല ഇൻഡസ്ട്രിയൽ കാർ കമ്പനി ഉണ്ടല്ലോ, അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടായിരുന്നു. ആണല്ലേ? അവിടെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. അതിനുശേഷം ഇങ്ങോട്ടേക്ക് പോകുന്നതാ? വള്ളുവാടി എങ്ങനെയുണ്ട് ഈ ഗ്രാമപ്രദേശമൊക്കെ? കുഴപ്പമൊന്നുമില്ല. മൃഗശല്യാണ് ഏറ്റവും കൂടുതൽ, കുരങ്ങും മൃഗമായിട്ട്. ആണല്ലേ? പിന്നെ ബാക്കിയുള്ള കാര്യത്തിലൊന്നും പേടിക്കണ്ട, കുഴപ്പമൊന്നുമില്ല. ഇനി ആൾക്കാരെ ശല്യം ഒന്നും അങ്ങനെയുള്ള ഇല്ല. മൃഗശല്യാണ്. എല്ലാ അടുത്തടുത്ത് വീടുകളും ഉണ്ട്, വീടെല്ലാ സൗകര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ട്. ആണല്ലേ? ഇതാണ് ഏറ്റവും വലിയ മെയിൻ പ്രശ്നം. ആനയൊക്കെ വരാറുണ്ടോ? ആന ഇപ്പൊ ഒരു 3-4 ദിവസമായിട്ടില്ല. ഇല്ല അല്ലേ? ആ ഒരൊറ്റ കാര്യത്തിലെ ഇച്ചിരി വിഷമമുള്ളൂ. പിന്നെയുള്ള കാര്യങ്ങളിലൊന്നും അങ്ങനെ വിഷമിക്കാനൊന്നുമില്ല. ആന ശല്യാണ്. നല്ല തൊട്ടടുത്തെല്ലാം നല്ല ആൾക്കാരായതുകൊണ്ട് എല്ലാരും സ്നേഹത്തോടെ വണ്ടിയുള്ളവർ കൊണ്ടുവന്ന് തരും, അകത്തെടുത്ത് വെച്ച് തരും. അതിനൊന്നും ആരൊന്നും വേണ്ട. നല്ല ആൾക്കാരല്ലേ എല്ലാരും? നല്ല സ്നേഹത്തിൽ എല്ലാ സ്നേഹവും എല്ലാ കാര്യങ്ങളും ഉണ്ട്, പറഞ്ഞിട്ട് കാര്യമല്ല ഈ ഒരൊറ്റ കാര്യത്തില്. അതെ അല്ലേ? കാപ്പി അപ്പൊ എവിടെ കൃഷി ചെയ്തേക്കുന്നേ? കാപ്പിയുടെ ഇവിടെ ഇതൊക്കെ തൊട്ട് പുറകിലൊക്കെ ഉള്ളതാ? അങ്ങ് ഇറങ്ങി പോകുമ്പോ കാണാം അല്ലേ? മെയിനായിട്ട് അപ്പൊ കൃഷി എന്ന് പറയുന്നത് കാപ്പിയും നെല്ലും അല്ലേ? കാപ്പി നെല്ലും. കവുങ്ങുണ്ടോ അമ്മയ്ക്ക്? കവുങ്ങ് കായ പറിക്കാനില്ല, ഒക്കെ നട്ട് വെച്ച് വരുന്നേ ഉള്ളു അല്ലേ? രാത്രിയാകുമ്പോ പേടിയുണ്ടോ തന്നെ ഇവിടെ കിടക്കാനായിട്ട്? എന്ത് പേടി. ആന വന്ന് ഇത് വലിക്കുമ്പോ ഇവിടെ നിന്ന് ലൈറ്റ് അടിച്ചു നോക്കി ഓടിച്ചു വിട്ട് പിന്നെ ഇതിലെ പോകും. ഇതിലേ പോവല്ലേ? അതൊക്കെ ഇച്ചിരി തുറന്നു വെക്കൂട്ട് പോകുന്നത് കാണാൻ വേണ്ടിട്ട്. അങ്ങനെ എന്താന്നറിയാം, ഇവിടെ എത്തുമ്പോ ടോർച്ചടിക്കും. ടോർച്ചടിക്കുമ്പോ ഒരു ചീറ്റലും ഇങ്ങോട്ട് വരുവോ? പോക്കോ അങ്ങോട്ട് പോകും. ഇങ്ങോട്ടേക്ക് വരികയല്ലോ? അതൊന്നുമില്ല. കൂട്ടായിട്ട് വല്ലാണോ പോകുന്നേ? അല്ല, ഓരോന്നോരോന്നായിട്ട് ഒറ്റയ്ക്ക് വരുള്ളൂ. ചിലപ്പോ ഒരു 7-7:30 ആകുമ്പോഴേക്ക് ചോറും തിന്നും മിണ്ടാതിരിക്കും. പെട്ടെന്ന് തന്നെ ഉറങ്ങുമോ? ഉറങ്ങുമൊന്നുമില്ല. എത്ര മണിയാകുമ്പോഴേ കിടന്നുറങ്ങുന്നേ? കിടക്കലൊക്കെ ഒരു 8-8:30-9 മണിയാകുമ്പോ കിടക്കും. അപ്പോഴത്തേനും മക്കള് വിളിക്കും. അങ്ങനെ കിടന്നു കഴിയുമ്പോ ചോദിക്കും, അമ്മ എന്താ ഇത്ര വേഗം കിടന്നുറങ്ങിയാന്നൊക്കെ. രാവിലെ എത്ര മണിയാകുമ്പോ എണീക്കും? രാവിലെ 5 മണിയാകുമ്പോഴേക്കും കേൾക്കും. എന്നിട്ട് ഇത്ര രാവിലെ എണീറ്റ് തന്നെ പരിപാടി? രാവിലെ എന്ത് പരിപാടി? രാവിലെ ഏറ്റവും ബാക്കി ഇതൊക്കെ കഴിഞ്ഞ് 5-5:30-6 മണിയാകുമ്പോ പശുവിനെ കറക്കും, പാല് കൊണ്ട് കൊടുക്കും. പാല് കൊടുക്കണം. അത് കഴിഞ്ഞ് വന്ന് പിന്നെ വീട്ടിലെ പണിയെടുക്കും, പശുവിനെ കെട്ടി ബാക്കിയുള്ള വീട്ടിലെ ഉള്ള പണി അങ്ങനെ എടുക്കും. ഞാൻ പറയുന്നു കളം നെല്ലൊക്കെ ഉണങ്ങാൻ വേണ്ടിട്ടല്ലേ? ഇവിടെ വള്ളുവാടി വന്നപ്പം കണ്ട ഒരു നല്ലൊരു പഴയ കാലത്തെ ഒരു വീടാണ് കേട്ടോ.
എനിക്ക് ഭയങ്കര ഇഷ്ടമായി പഴയകാല വീടുകളൊക്കെ കാണാൻ. ഇപ്പം അങ്ങനെയൊന്നും കാണാനേ ഇല്ലല്ലോ. എനിക്കത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല അടിപൊളി വീടാണ്. കാണിച്ചു തരാവേ. കണ്ടോ എന്ത് ഭംഗിയാ നോക്കി. പഴയ കാലത്തെ ഒരു തറവാടാണ് കേട്ടത്. കണ്ടോ എന്ത് രസാന്ന് നോക്കി. കേറുമ്പോ തന്നെ നല്ലൊരു തുളസിത്തറ. തറവാട്. ഇതൊരു തറവാട് വീടാണ് കേട്ടോ. പഴയകാല തറവാടാണ്. ഇപ്പൊ ഇങ്ങനെയുള്ളതൊന്നും കാണാൻ പോലുമില്ല. എല്ലാം വലിയ വലിയ 2 നില കെട്ടിടം വീടുകളൊക്കെ അല്ലേ ഇപ്പൊ കാണുന്നേ. 2 നിലയും 3 നിലയും കെട്ടിടങ്ങൾ മാത്രമേ ഇപ്പൊ കാണാനുള്ളൂ. ഇതേപോലെ പഴയ വീടുകളൊന്നും ഇപ്പൊ കാണാനേ ഇല്ല. അപ്പൊ ഇങ്ങനെയുള്ളതൊക്കെ കാണുമ്പോൾ നല്ല രസമാണ്. എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയാം. ഭയങ്കര നൊസ്റ്റാളജി ഫീൽ ചെയ്യും. പഴയ കാലത്ത് ഇങ്ങനെ തറവാടുകളൊക്കെ കാണുമ്പോൾ നല്ല നൊസ്റ്റാളജിയാ. പിന്നെ ഇത് കളാണ് കേട്ടോ. കളന്ന് വെച്ചാൽ ഇവര് നെല്ലെല്ലാം കൊയ്തിട്ട് ആ നെല്ല് ഉണക്കാൻ വേണ്ടിയിട്ട് അവരിത് വെച്ചേക്കുന്നത്. മഴയായതുകൊണ്ട് അവര് ടാർപ്പ് വെച്ച് മൂടിയതാണ്. ചുറ്റോട് ചുറ്റും കൃഷികളാണ് കേട്ടോ ഫുള്ള്. ഇവിടെ ഇതാണ് ആട്ടിൻകുട്ടികൾ കണ്ട. ആട്ടിന്റെ കൂടാണിത്. ആട്ടിൻ കുഞ്ഞുങ്ങളുണ്ട്. ഇവിടെ എല്ലാ വീടുകളിലും അതെ കേട്ടോ. എന്തെങ്കിലും ഒന്നെങ്കിൽ ആട്, അല്ലെങ്കിൽ പശു, കോഴി, അങ്ങനെ പല പല കൃഷികളായിട്ടാണ് ഇവരിവിടെ. നെല്ലായിട്ടും കവുങ്ങായിട്ടും പിന്നെ പശു വളർത്തല്, ആട് വളർത്തല് ഇതിലുണ്ട്. എന്താ ഒരാളിരിക്കുന്നു കണ്ടോ. എന്താ നല്ല രസമല്ലേ ഇതൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം വന്നൊന്ന് തന്നെ ആസ്വദിക്കണം കേട്ടോ. ഇതൊക്കെ നമുക്ക് എപ്പോഴും ഇങ്ങനെയുള്ളതൊന്നും നമുക്ക് കാണാൻ കിട്ടിയല്ല. ഇങ്ങനെയുള്ള ഓരോ രംഗങ്ങളൊക്കെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ വീടുകളിലും ഒന്നെങ്കിൽ പശു വളർത്തല്, അല്ലെങ്കിൽ ആട് വളർത്തല്, കോഴി, അങ്ങനെ പല പല രീതിയിൽ മൃഗങ്ങളെയൊക്കെ വളർത്തുന്നുണ്ട്. അപ്പൊ ഇവിടുത്തെ ഈ ഒരു വീട്ടിൽ വന്നപ്പം പോത്തിനെ കണ്ട്. പോത്ത് വളർത്തുന്നുണ്ട്, അതേപോലെ ആടിനെ വളർത്തുന്നുണ്ട്, പൂച്ചയുണ്ട്, കോഴിയുണ്ട്. ഇവരെല്ലാം കൊണ്ടും സന്തോഷത്തിലും ദുഃഖത്തിലും എല്ലാവരും ഇവര് ഒത്തൊരുമിച്ച് നല്ലൊരു രീതിയിൽ പോകുന്ന കേട്ടോ. ഇവര് ഇവിടെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിലും നല്ല ആൾക്കാർ, എന്ത് നല്ല മനുഷ്യരെന്നറിയോ. പഞ്ചപാവങ്ങൾ ഇവിടെയുള്ള എല്ലാവരും. കണ്ടോ വീടൊക്കെ കാണാൻ നല്ല തറവാട് വീടാണ് കേട്ടോ ഇതെല്ലാം. ഇവിടെ തൊട്ടടുത്ത് വേറൊരു വീടുണ്ട്, പണ്ടത്തെ വീട്. ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ളൊരു വീട്ടിലേക്ക് ഞാൻ വരുന്നത് തന്നെ. കണ്ട പഴയ കാലത്തെ ഓരോരോ രീതികൾ. എന്ത് രസമാണ്. പണ്ട് കാലത്തെ ജനലുകള് മരം കൊണ്ടുള്ളത് കണ്ട. മരം കൊണ്ടുള്ള വാതില്, പണ്ട് കാലത്തെ ഓടാമ്പല്. ഇതൊക്കെ എന്തൊരു നൊസ്റ്റാൾജിയാണെന്നറിയാമോ. പഴയ കാലത്തേക്ക് നമ്മൾ ഇന്ന് ഒരു തിരിഞ്ഞു നോട്ടമാണ് ഇങ്ങനെയുള്ളത്. ഓരോ വീടുകളൊക്കെ കാണുമ്പോൾ ചാരുകസേര, ഇവിടെയുള്ള അച്ഛൻ ഇരിക്കുന്നതാണ് ചാരുകസേര. അപ്പൊ കുളിക്കാറില്ലായിരുന്നോ? അങ്ങനെയാണ് കുളിച്ചത്. 7-8 മണിക്കൊക്കെ പണി ചെയ്തിരുന്നത്. 7 ദിവസം പണി ചെയ്തിരുന്നേ. അങ്ങനെ നീന്തലൊക്കെ അങ്ങനെ കിട്ടോ കത്തിക്കാണ്. അപ്പം നമ്മള് ഏറുമാടത്ത് കയറാൻ പോവാണ് കേട്ടോ. ആദ്യമായിട്ടാണ്. ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഏറുമാടത്ത് കയറണം എന്നുള്ളത്. അപ്പം ഇന്നത് സഫലീകരിക്കാൻ പോവുകയാണ്. ഓക്കെ കണ്ടോ. പോവാണ്. ഇവിടെ വന്നപ്പോൾ പരിചയപ്പെട്ട ചേട്ടനാണ്.
ജയമണി ചേട്ടൻ എന്നാണ് പേര്, ജയമണി. അപ്പോൾ ചേട്ടൻ പറഞ്ഞ് ഇവിടെ ഏറുമാടുണ്ട്, ചേട്ടൻ തന്നെ സ്വന്തം ഉണ്ടാക്കിയതാണ്, അവരെല്ലാവരും കൂടെ ചേർന്നിട്ട്. അപ്പോൾ നമുക്ക് കയറാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഏറുമാടത്ത് കയറാൻ വേണ്ടി പോവുകയാണ്. ബാക്കിയുള്ള വിശേഷങ്ങൾ കയറിക്കൊണ്ട് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഏറുമാടം. അങ്ങനെ ഞാൻ ഏറുമാടത്തിലേക്ക് കയറാൻ പോവുകയാണ്. മാക്സിമം ഞാൻ നോക്കട്ടെ കയറാൻ പറ്റുമോ എന്നെങ്ങനെയാണ്. അങ്ങനെ ഏറുമാടത്തിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പം വീഴാം. ഇളകുന്നുകൊണ്ട് ചെറിയൊരു പേടിയുണ്ട്. താഴേന്ന് ചേട്ടൻ പിടിച്ചു തരുന്നുണ്ട്, കാരണം ഏണി നന്നായിട്ട് ഇളകുന്നുണ്ട്. എത്തി മക്കളെ, എത്തി. അങ്ങനെ ഏറുമാടത്തിലെത്തി. എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഏറുമാടത്ത് കയറുന്നുള്ളത്. ഇവിടെയുള്ള കാഴ്ചകൾ കാണിച്ചു തരാമേ. കണ്ടോ നെൽപ്പാടം കണ്ടോ? അടിപൊളിയാണ് മക്കളെ ഇതിനകത്തുള്ള വ്യൂ എന്ന് പറയുന്നത്. കണ്ടോ? ഞങ്ങൾ ദൂരെ നോക്കുമ്പോൾ നെൽപ്പാടം കാണാം. നെൽപ്പാടം എല്ലാം കൊയ്ത് കണ്ടോ, എല്ലാം കൊയ്തിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ, ഇവര് ടാർപ്പ്, നീല ടാർപ്പ് ഉപയോഗിച്ചിട്ടാണ് ഈ ഏറുമാടം ഉണ്ടാക്കിയിരിക്കുന്നത്. വെള്ളമൊക്കെ ഉണ്ട് ഇവിടെ. രാത്രിയിൽ ഇവര് ചേട്ടന്മാരെല്ലാവരും കൂടെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ നോക്കും. ഇവിടെയാണ് താമസം. രാത്രി മിക്കപ്പോഴും തന്നെ ആനയുടെ ശല്യം ഉള്ളതുകൊണ്ട് ആന വരുന്നുണ്ടോയെന്ന് അവർ നോക്കും. ഇപ്പം എന്തായാലും അവരുടെ കൃഷിസ്ഥലം സേഫാക്കാനായിട്ട് അവർ ചെയ്തൊരു ഉണ്ടാക്കിയൊരു ഏറുമാടാണിത്. കണ്ടേ, അടിപൊളി. ആദ്യമായിട്ട് കയറുന്ന കേട്ടോ ഞാൻ. ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു കയറണം എന്നുള്ളത്. അതെന്തായാലും ഇവിടെ വന്നതോടെ അത് സാധിച്ചു. ചേട്ടൻ്റെ ഏട്ടന്റെ പേര്? എന്റെ പേര് ജയമണി. കൃഷിയാണ് തൊഴില്. എല്ലാരും കൃഷിയാണ്. ഏട്ടാനിയന്മാരെല്ലാരും എല്ലാരും കൃഷിപ്പണിക്കാരാണല്ലേ? കൃഷിപ്പണിക്കാരാണ്. എത്ര നാളായി ഇവിടെ താമസിക്കാൻ തുടങ്ങി? തലമുറയായിട്ട് അച്ഛനപ്പൂപ്പന്മാരായിട്ട് അങ്ങനായിട്ട് കൃഷി ചെയ്യാൻ തുടങ്ങിയതാണല്ലേ? എല്ലാരും ഇവിടെ തന്നെയായിരുന്നു. ചേട്ടൻ അനിയന്മാരൊക്കെ ഇവിടെ തന്നെയാണ്. മെയിനായിട്ട് എന്താ കൃഷി ചെയ്യുന്നത്? കൃഷി നെൽകൃഷി, തെങ്ങ്, കഴുങ്ങ്, അടക്ക, കാപ്പി എല്ലാം ഉണ്ട്. ഉണ്ടല്ലേ? ഇപ്പൊ നെല്ല് ചേമ്പൊന്നും ഉണ്ടാവില്ല. പന്നി ശല്യം കൊണ്ട് ചേമ്പ് ആണല്ലേ? പന്നി കൂടിയുണ്ട്. ചേമ്പ്, ചേനയൊക്കെ നിർത്തി. അതൊക്കെ എല്ലാം കൃഷി ഉണ്ടാവും. ഉണ്ടായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നു. നേരത്തെ ചേമ്പ്, ചേന എല്ലാം ഉണ്ടാവും. ഇപ്പൊ പന്നി ശല്യം ഉള്ളത് കൊണ്ടല്ലേ? പന്നി കുറച്ച് കുറവുണ്ട്. അപ്പൊ ആന അതിന് പകരം ആന വന്നല്ലേ? ആന വരുന്നിട്ട് നെല്ലിന് ചേമ്പ്, ചേനയില്ലാത്തോണ്ട് പന്നി കുറച്ച് കുറവായപ്പോ ആന ഇറങ്ങി. നെല്ലാണ് കൂടുതൽ തിന്നുന്നത്. നെല്ല് ഒന്നിന് പുറകെ ഒന്നായിട്ട് നെല്ല് കഴിഞ്ഞാൽ കഴുങ്ങ് മൂത്ത കഴുങ്ങാണ് പറിച്ചിരുന്നത്. ആണല്ലേ? അത് കഴിഞ്ഞാൽ ചക്ക നമ്മൾ മൊത്തം വെട്ടിക്കളയല്ലേ? മൊത്തം ചക്കയും വെട്ടിക്കളയാ. ചക്ക ചെറുപ്പാകുമ്പോ തന്നെ വെട്ടിക്കളയും. ആനശല്യം ആയതുകൊണ്ടല്ലേ? കാപ്പി കംപ്ലീറ്റ് കളയും. കാപ്പിയും കളയും. കാപ്പി ചക്ക വരുമ്പോ കാപ്പി മുറിച്ച് നശിപ്പിച്ച് കളയായിരിക്കും അല്ലേ ഇവര്? മൊത്തം കളയും. ആണല്ലേ? ഇവിടെ ഈ ഗ്രാമമൊക്കെ എങ്ങനെയുണ്ട് ഏട്ടാ? ഗ്രാമം നല്ല കുഴപ്പമില്ലാത്ത ഗ്രാമമാണ്. നല്ല ഗ്രാമമാണ്. അവിടെയുള്ള ആൾക്കാരൊക്കെയോ? എല്ലാരും കുഴപ്പമില്ല. എല്ലാവരും സന്തോഷത്തോടെ സന്തോഷമായിട്ട് പണിയെടുത്ത് ജീവിക്കുന്നു. എല്ലാരും നല്ല അധ്വാനിച്ച് ആണല്ലേ? എല്ലാവരും പണിയെടുത്ത് ജീവിക്കുന്നു. പിന്നെ കുറെ ആൾക്കാർ കൃഷി കോളനിയിലേക്ക് നിർത്തിപ്പോയി. അവര് ഈ ആന ശല്യം കൊണ്ട്. ഈ കൃഷി അല്ലാണ്ട് വേറെ എന്നാ വരുമാന മാർഗമായിട്ടുള്ളത്? കൃഷി പശുണ്ട്, കോളനി പശുണ്ട്, പശു, ആട്, കോഴി, അങ്ങനെ എല്ലാരും ഉണ്ടല്ലേ? എല്ലാം ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഏറുമാടൊക്കെ കെട്ടിയിട്ടുണ്ടെന്ന് ഇങ്ങനെ കണ്ടു. അത് എന്തിനായിരുന്നു ശരിക്കും? കാവല് മാടത്തിനെ കെട്ടിയതാണ്. ആണല്ലേ? ആനേനെ സ്വന്തമായിട്ട് കെട്ടിയാണ്. സ്വന്തം കെട്ടിയതാണല്ലേ? ഇതൊക്കെ കണ്ടപ്പോ നല്ല ഭംഗി തോന്നുന്നു. കെട്ടിയിട്ടുണ്ട് സ്വന്തമായിട്ട്. തകർത്ത് ഇവിടെ ഞങ്ങളിപ്പോ ഇവിടെ ഈ ഗ്രാമഭംഗി ആസ്വദിക്കാൻ വേണ്ടി വന്നു. ഇതെല്ലാം കണ്ടപ്പോ നല്ല ഭംഗി തോന്നുന്നുണ്ട്. പകല് ഭംഗി ഉണ്ടാവും, രാത്രി ഭയങ്കര ശല്യാണല്ലേ? ഓടേണ്ടി വരും. അതാണ് പ്രശ്നം. എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഏറുമാടത്തിൽ കയറണം എന്നുള്ളത്. അങ്ങനെ ജയമണി ചേട്ടൻ ഉണ്ടാക്കിയ ഏറുമാടത്തിൽ അങ്ങനെ കയറാൻ സാധിച്ചു. ആണല്ലേ? എന്തായാലും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. വൃത്തിയാക്കി വെച്ച് പുല്ലിടാൻ പറ്റില്ല. കുരങ്ങ് മൊത്തം മാന്തി കളി. കുരങ്ങിന്റെ ശല്യം ഉണ്ടല്ലേ? കുരങ്ങ് ശല്യമുണ്ട്. ഈ പുല്ലിനെ നെല്ലിനെ വേണ്ടിട്ട്
പുല്ലിട്ട മൊത്തം മന്നി കളയും അപ്പൊ ഷീറ്റാക്കിയ അല്ലേ? ഏർമാട ഉള്ളതുകൊണ്ട് സുഖം ഞങ്ങൾ കാവല് കാക്കാനായിട്ടല്ലേ? എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ബ്രിട്ടീഷ് കാലത്തുള്ള റോഡാണ്. നമ്മുടെ പിന്നെ പണ്ട് ട്രെയിനിനെ കളന്നു പോയില്ലേ, ട്രെയിൻ പാത, ട്രെയിൻ അതിലാണ് അളന്നു പോയത്. അതിലൂടെയായിരുന്നു സായിപ്പുമാര് വന്ന് വയനാട്ടിലേക്ക് റെയിൽപാത അല്ലേ? ഇതിലൂടെയായിരുന്നു. അതിലേക്കൂടെ റോഡ് ഉണ്ടായില്ല. പഴയ കാലത്ത് അതിലെ കാളവണ്ടി ഇതിലാണ് വരുന്നത്. കാളവണ്ടിയൊക്കെ ഉണ്ടായിരുന്നല്ലേ? അപ്പുറത്ത് റോഡുണ്ട്, അതിലെങ്ങനെ വന്ന് ഇവിടെ ഒന്ന് തമ്പടിക്കും, ഇവിടെ ഫോറസ്റ്റ് കൊട്ടേഷൻ ഉണ്ട് ഇവിടെ, അവിടെ ഒന്ന് കൂടിയിട്ട് പിറ്റേ ദിവസം കോഴിക്കോട് കരി കൊണ്ടുപോകും. ഓ അങ്ങനെയായിരുന്നല്ലേ? പണ്ട് കാലത്താണ്, പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാരൊക്കെ വന്നിട്ട് ചെയ്തോണ്ടിരുന്നല്ലേ? ഇന്നത്തെ കാലത്ത് ആണല്ലേ? ചേട്ടനൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് കാളവണ്ടിയൊക്കെ ഉണ്ടായിരുന്നു? എനിക്ക് ഓർമ്മയുണ്ട്. ഇവര് കാളവണ്ടിയിൽ വന്നിട്ട് അരിയെ കൂടെ ഇറക്കിയിടും. ഓ പണ്ട് കാലത്തൊക്കെ കോട്ടേഷൻ ഇവിടെ ഫോറസ്റ്റിൽ തന്നെ കോട്ടേഷൻ, അവിടെ വന്ന് അവർ താമസിക്കും. ആണല്ലേ? പണ്ട് കാലത്ത് നമുക്ക് കൃഷിയൊന്നും ഉണ്ടായിരുന്നില്ല. പണ്ട് കാലത്ത് കൃഷിയുണ്ട്, പണ്ട് കാലത്തുണ്ട്. അപ്പൊ അന്ന് ശല്യം കുറവാ, മൃഗങ്ങളില്ല. ആണല്ലേ? മൃഗങ്ങളില്ല അന്ന്. അന്ന് ഇപ്പൊ കൂടിപ്പോയല്ലോ മൃഗങ്ങള്. അതെ അതെ. അപ്പൊ ബ്രിട്ടീഷുകാർ എന്താ ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് തന്നോണ്ടിരുന്നത്? നമുക്കൊന്നും തരുന്നില്ലായിരുന്നു. നമുക്ക് ഇവിടുന്ന് അവര് സായിപ്പ്മാർ വന്ന് ഇവിടെ നമ്മുടെ കളത്തിൽ വന്ന് കൂടിയിട്ട് ഒരു പായൊക്കെ കെട്ടിട്ട് ഒരു കൂടാരം പാലം ഉണ്ടാക്കിയിട്ട് കൂടിയിട്ട് അവര് ഇത് അളന്നതല്ല, അങ്ങനെ കാട്ടിക്കൂടെ പിന്നെ തീ പാള ഉണ്ടാക്കാൻ വേണ്ടിട്ടല്ലേ? പണ്ട് കാലത്ത് നമുക്ക് ഓർമ്മയുണ്ട് ഉണ്ടല്ലേ? അളന്നു പോയതാ. ഇപ്പൊ പിന്നെ നെല്ലെല്ലാം പിന്നെ കൊയ്തത് കൊണ്ട് ഒരു ആശ്വാസമായിട്ടുണ്ടാവും അല്ലേ? ആശ്വാസമായി. ഇനിയിപ്പോ എന്താ അടുത്ത എന്താ കൃഷി ഇനി ചെയ്യാൻ പോകുന്നത്? ഒന്നും ചെയ്യുന്നില്ല. ഇനിയിപ്പോ ഒന്നും ചെയ്യുന്നില്ല. 5-6 മാസം കഴിഞ്ഞാൽ കൃഷിയുള്ളൂ. ആണോ? ഇനി നെല്ല് തന്നെയാണ് നെല്ല് തന്നെ ചെയ്യാനാ? ആണല്ലേ? ഇനിയിപ്പോ 5-6 മാസം കഴിഞ്ഞിട്ടേ അടുത്ത നെല്ല് കൃഷി ചെയ്യുള്ളൂ അല്ലേ? അതൊന്ന് മഴക്കാലത്തായിരിക്കും. മഴക്കാലത്താണ്, ഇന്നത്തെ മഴ വരുമ്പോഴേക്കേ നെൽകൃഷിയാവും അല്ലേ? പോലത്തെ കൃഷി ആണല്ലേ? ഇനി ഒന്നേന്നെല്ലാം തുടങ്ങണം. തുടങ്ങും. ഇനി ഈ കച്ചിയൊക്കെ എന്താ ചെയ്യുന്നത്? കച്ചി ഉണങ്ങി കഴിഞ്ഞാൽ കെട്ടും, വണ്ടി വന്ന് കെട്ടും. എന്നിട്ടോ കെട്ടിട്ട് കൊടുക്കും. വിൽക്കുക ചെയ്യുന്നേ? പശുള്ളവർ കൊണ്ടുപോകും. ഓ അങ്ങനെ കൊണ്ടുപോകും അല്ലേ? നമ്മുടെ ആവശ്യത്തിന് വേണ്ടി എടുക്കാറുണ്ടോ? നമ്മളെ ആവശ്യത്തിന് എടുക്കും. ആണല്ലേ? അധികം പശുക്കളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം കൂടുതൽ എടുക്കും. ഒരു വർഷം എടുത്തിട്ട് ബാക്കി കൊടുക്കും. ആണ്. മക്കളൊക്കെ ആയിട്ട് ഈ കൃഷിയിലേക്ക് വല്ല ഇറങ്ങിയിട്ടൊക്കെ ഉണ്ട്? ഇപ്പോഴത്തെ മക്കളെ പൊതുവെ ആരും ഇറങ്ങുന്നില്ല. അതെ. ഇപ്പൊ ചേട്ടന്റെ ഒക്കെ ഒരു കാലഘട്ടത്തിൽ മാത്രമേ ഈ കൃഷിയായിട്ട് മുന്നോട്ട് പോകുന്നുള്ളൂ. കൃഷി എടുത്താൽ ഒന്നും ഉണ്ടാവില്ല. അത് ശരിയാ. ഇപ്പത്തെ ആൾക്കാരാണ് ഇപ്പൊ കൃഷിയായിട്ട് ഒരു വിവരവും ഇല്ല. ആരും ഇറങ്ങുന്നില്ല. അതിനകത്തേക്ക് ആരും തിരിഞ്ഞു നോക്കുന്നില്ല. കുറച്ച് പേര് ഇറങ്ങി അത്രേ ഉള്ളൂ. ബാക്കി അങ്ങനെ ആരും ഇറങ്ങുന്നില്ല. ഇപ്പൊ ആർക്കും അങ്ങനെ അധ്വാനിക്കാനായിട്ട് ജോലിക്ക് പോകും, റിസോർട്ടിൽ പണിക്ക്, അങ്ങനെ പല പണിക്കും പോകും. ഇറങ്ങുന്നില്ല ആരും. എന്താ കിട്ടൂല, ഇറങ്ങി കഴിഞ്ഞാൽ അറിയാം അവർക്കല്ലേ? ഇറങ്ങിയാൽ കിട്ടൂല. നമ്മള് പിന്നെ പണ്ട് മുതലേ കൃഷി ചെയ്തത് കൊണ്ട് മുതലേ അങ്ങനെ കാലിയും വേറെ കാലിയൊക്കെ നോക്കി നടന്നുകൊണ്ട് നേരെ വെളുത്ത നേരെ വയലിലേക്ക് അല്ലേ, പാടത്തേക്ക് അങ്ങ് ഇറങ്ങുന്നു. പിന്നെ പണിയെല്ലാം ചെയ്ത് വൈകുന്നേരം ആകുമ്പോഴാണ് 7-8 മണിയാകുമ്പോഴാണ് വീട്ടിലേക്ക് ഇറങ്ങല്ലേ? എല്ലാം കഴിയുമ്പോ 8 മണിയാകുമ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ്. പക്ഷെ എന്നാലും സമാധാനത്തോടെ കിടക്കാനും പറ്റത്തില്ലല്ലോ അല്ലേ? രാത്രിയാകുമ്പോ നെല്ല് കിട്ടിയോണ്ടാണ് കിടക്കുന്നത്, സമാധാനമായിട്ട് കിടക്കുന്നത്. അല്ലെങ്കിൽ രാത്രി ആനേന്റെ ശല്യം അങ്ങനെ പല പല അല്ലേ? ആനശല്യം തന്നെ കൂടുതൽ കേട്ടോ. ആനശല്യം ഏകദേശം പകലൊക്കെ ആനേന്റെ ശല്യം വല്ലതും ഉണ്ടോ? പകല് കാടിന്റെ സൈഡിൽ കൂടെ അങ്ങനെ പോകും, ഇറങ്ങിയിട്ടൊന്നുമില്ല. നാട്ടിലോട്ടൊന്നും അങ്ങനെ ഇറങ്ങിയിട്ടില്ല. രാത്രി ആകുമ്പോഴാണ് ഒറ്റ ഭയങ്കര നാശനഷ്ടം പറ്റും. ആണല്ലേ? ഇങ്ങനെ ആൾക്കാർ ഉപദ്രവിക്കും അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടോ? ഓടിച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം പെങ്ങളെ ഓടിച്ചത്. ആണല്ലേ? വയലിന്. എന്നിട്ട് എന്തെങ്കിലും അവൻ ഓടി കഴിച്ചിലായി. അങ്ങനെ രക്ഷപ്പെട്ടു. അവൻ ഓടി ഇറങ്ങിയതാ. അത് രാത്രിയിലാ വന്നേ? ആണോ? രാത്രി 2 മണിയാകുമ്പോ. ഓഹോ. അപ്പൊ ആ ചേട്ടൻ ഓടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്? ആനന്റെ സൗണ്ട് കേട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. ഇറങ്ങിയിട്ട് അവനെ ഓടിക്കാൻ വേണ്ടിട്ട് ആനനെ ഓടിക്കാൻ പോയപ്പോ അവനെ ഓടിച്ചു. ഓ അങ്ങനെയല്ലേ? ഓടി രക്ഷപ്പെട്ടു. ഞങ്ങളെ എല്ലാവരും എണിച്ച് പടക്കമൊക്കെ പൊട്ടിച്ച്. പടക്കം പിന്നെ എപ്പോഴും പടക്കം പൊട്ടിക്കലുണ്ട്. പടക്കം ഉള്ളത് കൊണ്ട് പിന്നെ അല്ലേ? പടക്കം പൊട്ടിച്ചപ്പോൾ ശീലായി ആനയ്ക്ക്. അതെ. ആനയ്ക്ക് അത് പേടിയില്ലാണ്ടായല്ലേ? 2 ഫെൻസിങ്ങിന്റെ മുകളിലേക്ക് കഴുങ്ങ് മറിച്ചിടും. എന്നിട്ട് ഇങ്ങോട്ട് കയറി. അതാണ് അതിനൊക്കെ ഫെൻസിങ് ഭയങ്കര ബുദ്ധിയല്ലേ? ഭയങ്കര ബുദ്ധിയായിട്ട് മനുഷ്യനേക്കാൾ അപാര ബുദ്ധിയാണ്. ആദ്യം ഫെൻസ് കമ്പി പൊട്ടിച്ചിട്ട് കയറും. കയറുള്ളൂ. അറിയാം അതിന് ഷോക്കുണ്ട് ഉണ്ടെന്നുള്ള വിവരം. അത് പൊട്ടിച്ച് ലെവലാക്കി കയറി അങ്ങ് ശീലായി. ആനയ്ക്കാണ് ശീലം. ആനയാണ് ഭയങ്കരമായിട്ട് കൃഷി. മൊത്തത്തിൽ ഇവിടെയുള്ള എല്ലാ നാട്ടുകാരൊക്കെ അല്ലേ കൃഷി? നമ്മുടെ തന്നെ അല്ലട്ടെ, എല്ലാ കൃഷിക്കാരും ആനനെ കാറ്റി പറയുള്ളൂ. അതെ. വേറെ ഒന്നും പറയാനില്ല. എന്ന് ഞാൻ തോരമലത്ത് ആനശല്യം കൊണ്ട് അവര് കൊയ്തത്. അവര് വിളഞ്ഞിട്ടില്ല. ഞങ്ങള് ശരിക്കും വിളഞ്ഞിട്ടില്ല. വിളയാത്ത മുന്നേ കൊയ്തത്.
വേറെ ആനയുടെ ഈ ഒരു വണ്ടിക്കാർ ശല്യം പറഞ്ഞു ഇവിടെ ഇതുവരെയും വിളഞ്ഞിട്ടില്ല, ഒരുത്തും വിളയാൻ എന്നാ ആന തിന്നും. അതുകൊണ്ട് വേറെ അതെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് മൊത്തം എല്ലാം അല്ലേ വിളഞ്ഞെടുത്തു. അങ്ങനെയാണ് ഈ കൃഷി നിർത്താൻ നിൽക്കുന്നത് ഓരോരുത്തർ സങ്കടം കൊണ്ട്. പിന്നെ അരി വാങ്ങാൻ പറ്റില്ല, നമുക്കൊന്നും അരി അതെ വാങ്ങുന്നില്ല. പണ്ട് മുതലേ ശീലായി നമ്മൾ തന്നെ കൃഷി പണ്ട് മുതലേ ചെയ്ത് കൃഷി, കൃഷി ചെയ്ത് നമ്മൾ നമ്മൾ തന്നെ അരി വാങ്ങുന്നില്ലല്ലോ, നമ്മൾ ഇതുവരെ അരി വാങ്ങിയിട്ടില്ല, നമ്മൾ തന്നെ സ്വന്തം ആക്കിയെടുത്ത അല്ലേ. നമ്മൾ തന്നെ അല്ല. പിന്നെ ഗന്ധകശാലൊക്കെ നമ്മൾ നിർത്തിപ്പോയി. ഇപ്പൊ ഗന്ധശാല അരി ചെയ്യുന്നുണ്ടോ? ഇപ്പൊ ഇല്ല, ചെയ്യുന്നില്ല. ആന അതിന് വിടൂല. ഓ അത് ഭയങ്കര ഇഷ്ടമാണോ? ഭയങ്കര ഇഷ്ടമാണ്. ആണല്ലേ? ഓഹോ അത് നിർത്തി. ഇപ്പൊ അരിയൊക്കെ വാങ്ങുന്ന ആണല്ലേ? മണത്തിന്റെ മണം, അത് കതിര് വരുമ്പോ തന്നെ ആന മണം വരും. ഓഹോ വെയിലത്തൊക്കെ നമുക്ക് തന്നെയാണെങ്കിൽ ഇത് മണം ഭയങ്കര മണം ഇഷ്ടപ്പെട്ടോണ്ട് ആന അത് തന്നെ തിന്നാൻ വരും അല്ലേ? നമ്മളൊക്കെ നിർത്തിപ്പോയി. കുറെ ആൾക്കാർ നിർത്തിയത്, കുറെ ആൾക്കാർ ചെയ്യുന്നുണ്ടല്ലേ? അങ്ങനെ വരാത്ത സ്ഥലത്തൊക്കെ ചെയ്യുന്നുള്ളൂ. നമ്മളൊക്കെ അരി വാങ്ങലപ്പോ അങ്ങനെയാണ് സംഭവങ്ങള്. ആണല്ലേ? എന്തായാലും എനിക്ക് ഗ്രാമമെല്ലാം ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ ആൾക്കാരെയും ഇവിടുത്തെ കൃഷി രീതികള്, അവരുടെ എല്ലാവരും നല്ല സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെയും ദുഃഖത്തിലൊക്കെ ഒരുമിച്ച് കഴിയുന്നതൊക്കെ കാണാൻ സാധിച്ചു. എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. അങ്ങനെ രാവിലെ തുടങ്ങിയ യാത്രയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വടക്കനാട് വള്ളുവാടി ഗ്രാമവും അതേപോലെ ഗ്രാമത്തിന്റെ മനോഹാരിത, അവിടെയുള്ള ആൾക്കാര് എല്ലാരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇവരെ ഒത്തിരി സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയൊക്കെയാണ് ജീവിക്കുന്നത്. ഒത്തിരി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഇവിടെയുള്ള വന്യജീവികളോടൊക്കെ പൊരുതിയാണ് ഇവർ ജീവിക്കുന്നത്. അവസാനം നമ്മൾ ഇവിടെ ഏറുമാടത്തിലെത്തിയിരിക്കുകയാണ്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു ദിവസം പുതിയൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം.